ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പെട്ടിരിക്കുന്ന ഒരു വിഷമ വൃത്തത്തെക്കുറിച്ചാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ആണ് അവർ കടന്നു പോകുന്നത്. അവർ കടന്നു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോഷി അഗസ്റ്റിനാണോ അതോ പാർട്ടി ചെയർമാനായിട്ട് പേരുള്ള ശ്രീ ജോസ് കെ മാണിയാണോ എന്നൊരു സംശയം എല്ലാവർക്കും വരും. കാരണം പ്രവർത്തനം ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീ ജോസ് കെ മാണി ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടു. അതിൽ ശ്രീ ജോസ് കെ മാണിയുടെ മൈക്ക് തട്ടിപ്പറിച്ച് റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നതും ദയനീയമായിട്ട് ഈ മൈക്കിന് കൈ നീട്ടിക്കൊണ്ട് ശ്രീ ജോസ് കെ മാണി ഇരിക്കുന്നതും ആയിട്ടുള്ള കാഴ്ച കാണാൻ പറ്റി. എല്ലാ മാധ്യമങ്ങളും അത് ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിങ്ങനൊരവസ്ഥ ശ്രീ കെ എം മാണി ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനുള്ള ധൈര്യം റോഷി അഗസ്റ്റിന് വരുത്തില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ എന്താണെന്ന്. ഇതിൻ്റെ കാരണം ജോസ് കെ മാണി പാലായിൽ മത്സരിച്ചു. അവിടെ മാണി സി കാപ്പനോടുകൂടി മത്സരിച്ചു. ദയനീയമായിട്ട് മാണി സി കാപ്പനോട് പരാജയപ്പെട്ടു. അതൊരു വശം. ഇനി ചിലപ്പോൾ കാലാവസ്ഥ മെച്ചപ്പെടാം. കാരണം അന്ന് യു ഡി എഫിലായിരുന്നു. ഇനിയിപ്പോൾ എൽ ഡി എഫിലേക്ക് വരികയാണെന്നിരിക്കട്ടെ. അല്ല അന്നും എൽ ഡി എഫിലായിരുന്നു. അല്ല അന്ന് യു ഡി എഫിലായിരുന്നു. പിന്നെയാണ് ഇപ്പോഴാണല്ലോ എൽ ഡി എഫ് വരുന്നത്. അന്ന് ഈ മാണി സി കാപ്പൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്, ജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇനി ഇവിടെ സംഭവിച്ചേക്കുന്ന ഇപ്പോഴത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഈ കേരള കോൺഗ്രസ്സിന് ഇഷ്ടംപോലെ പാർട്ടികളാണ്. കേരള കോൺഗ്രസിൻ്റെ പിരിവ് ഒരുപാടുണ്ട്. അത് ഏതാണ്ട് എ മുതൽ ഇസഡ് വരെയൊക്കെ ഉള്ളത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രസകരമായിട്ട് ശ്രീ ജയശങ്കർ പറയുന്നത് ഞാൻ കണ്ടു. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു. അതായത് ഇതിനകത്ത് ഇനിയിപ്പോൾ അതായത് ഈ കേരള കോൺഗ്രസ് റോ എന്ന് വേണ്ടി വരുമെന്നാണ്. കാരണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മിക്കവാറും അക്ഷരങ്ങളെല്ലാം ഈ പാർട്ടിക്ക് കൊടുത്ത് തീർന്നു. ഒരുപാട് പേരുടെ ഉണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരുപാട് പാർട്ടി ഉണ്ടായി, ഒരുപാട് പേരുണ്ടായി. അതിൽ ഓരോരുത്തരും പോവും. ഓരോ നേതാക്കൾ ഉണ്ടാവും തോറും ഓരോ പാർട്ടി, അതായത് അതിൽ നിന്ന് വിഭജിച്ച് അങ്ങോട്ട് പോവും. അവരോരോ പാർട്ടിയും ഉണ്ടാവും. ഇപ്പം തന്നെ എത്ര പേരാണ് ഉള്ളത്? ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ശ്രീ കെ എം മാണിയുടെ പാർട്ടി, അതായത് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ മോൻ ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എം, പിന്നെ പി ജെ ജോസഫ് ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം അടുത്തത്. പിന്നെ അടുത്തത് ഇതിൽ നിന്ന് തന്നെ തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള, അതായത് ഇത് ഒരുപാട് പേര് ഇതിൽ നിന്ന് എല്ലാ വിഭാഗത്തിൽ നിന്നും അങ്ങ് പോവും ആളുകൾ. പിന്നെ നേരത്തെ തന്നെ ആണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ബി വന്ന് ഇപ്പോൾ അത് നമ്മുടെ ശ്രീ ഗണേഷ് കുമാറാണ് അതിൻ്റെ നേതാവ്. പിന്നെ വേറെ എത്രയോ പേര്, പിന്നെ ആൻ്റണി രാജു ഒരു കേരള കോൺഗ്രസ് ഉണ്ടായി. പിന്നെ സുരേന്ദ്രൻപിള്ള ഒരു കേരള കോൺഗ്രസ് ഉണ്ടായി. പിന്നെ ഇതെല്ലാം കൂടാതെ അങ്ങ് ശ്രീ പി സി ജോർജ് ഒരു കേരള കോൺഗ്രസ് ഉണ്ടാക്കി. പിന്നെ ശ്രീ ജേക്കബ് നേരത്തെ തന്നെ അദ്ദേഹം യശസ്വരീനായ ജേക്കബ്, അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ടി ജേക്കബ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ ഇപ്പോൾ ഉള്ള നേതാവെന്ന് പറയുന്നത് അനൂപ് ജേക്കബാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത എണ്ണം പാർട്ടികൾ കേരള കോൺഗ്രസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇംഗ്ലീഷ് അക്ഷരമാലകളൊക്കെ തീർന്നുകൊണ്ട് പുതിയതായിട്ട് കേരള കോൺഗ്രസ് റോ എന്നൊരെണ്ണം വേണ്ടി വരും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. ഞാനത് കണ്ട് ചിരിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ അതല്ല പ്രശ്നം വന്നേക്കുന്നത്. ഈ റോഷി അഗസ്റ്റിൻ, അതായത് നേരത്തെ യു ഡി എഫിലേക്ക് പോകാനൊരു സന്നദ്ധനായിട്ട് ഒരു അർത്ഥമനസ്സല്ല, ഏതാണ്ട് മുക്കാൽ മനസ്സോടുകൂടി ശ്രീ ജോസ് കെ മാണി ഒന്ന് നിലകൊണ്ടതാണ് എന്ന് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അത് അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ, അതായത് ശ്രീ ജോസ് കെ മാണി ഒരു എൽ ഡി എഫുമായിട്ട് ഒരു ചെറിയ അകലം പാലിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ശ്രമത്തിൽ ചേർത്തത് റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞു അദ്ദേഹം കാരണം മന്ത്രിയാണ്. അപ്പം അത് ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ആളാണ്. ഇവിടെ ഈ പാലായിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട്
ഈ ശ്രീ കെ എം മാണി ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 53 വർഷം കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അത് ഇപ്പോൾ അതിൻ്റെ പരിസരത്തിൽ എല്ലാം ഒക്കത്തില്ല അവർക്ക്. കാരണം അങ്ങനെ ആയി. കാരണം ഇലക്ഷന് പരാജയപ്പെട്ടു, അതായത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ പരാജയപ്പെട്ടു. അത് അതിന് മുമ്പ് നിയമസഭ ഇലക്ഷൻ പരാജയപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാലാ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഈ മാണി ഗ്രൂപ്പിന്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടപ്പെടുന്നതിൻ്റെ നോക്കിയപ്പോൾ വന്നപ്പോൾ എന്താണെന്നറിയോ, ശ്രീ ജോസ് കെ മാണിയുമായിട്ട് വളരെ എതിർപ്പുള്ള ഒരാൾ, അതായത് എതിർപ്പെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിക്കും അവരും കൂടെ ശത്രുതയിലായിരുന്നു ഒരു കുടുംബം. പുളിക്ക കണ്ടുവന്നു എന്നെങ്ങാണ്ടാണ് അവരുടെ പേര്, ആ കുടുംബത്തിൻ്റെ പേര്. അവിടുത്തെ 3 പേരങ്ങ് ജയിച്ചു. അവർ ഭരണം അവിടുന്ന് പിടിച്ചെടുത്തിട്ട് അവർ ഭരിക്കുന്നു. മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഒരു അംഗമാണ്, പെൺകുട്ടി, അതാണ് മുനിസിപ്പൽ ചെയർമാൻ. ഇപ്പം ഇവിടെ അങ്ങനെ പോലും പരാജയം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലച്ച് പിടിക്കത്തില്ല എന്നുള്ള വിവരം ജോസ് കെ മാണിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് റോഷി അഗസ്റ്റിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു സ്വതന്ത്രമായ വിലയിരുത്തൽ നോക്കിയാൽ അങ്ങനല്ല എന്നേ പറയൂ. പക്ഷേ റോഷി അഗസ്റ്റിൻ പറയുന്ന കാര്യങ്ങളിലും കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ചെയർമാനായിട്ടിരിക്കുകയാണ്. ചെയർമാൻ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ഭയന്നോടുക എന്ന് പറഞ്ഞാൽ അത് ആ പാർട്ടിക്ക് ക്ഷീണമല്ലേ, പിന്നെ അണികൾക്ക് എങ്ങനെ അതിൽ വിശ്വാസം ഉണ്ടാവും എന്ന് റോഷി അഗസ്റ്റിൻ ചോദിക്കുന്നു. അത് ആ ചോദ്യത്തിനകത്ത് കഴമ്പുള്ള കാര്യമാണ്. പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം കൂടെ പാലായിൽ ഏറ്റുവാങ്ങിയാൽ അതിന് എല്ലാ സാധ്യതകളും ഉണ്ട്. ഇന്നത്തെ കാലാവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും മാണി സി കാപ്പൻ തന്നെ മത്സരിക്കും, ജയിക്കുകയും ചെയ്യും. മാണി സി കാപ്പനും വേറെ ആരുമല്ല, അതായത് ഈ ചെറിയാൻ കാപ്പൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിൻ്റെ തന്നെ, കേരള കോൺഗ്രസ് നേതാവിൻ്റെ പുത്രനാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് അവിടെ വേറെ ആരോപണങ്ങളൊന്നുമില്ല, നാട്ടുകാരുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിലാണ്, ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ്. 2 തവണ ജയിച്ചു, MLA ആയി. ഇനി മത്സരിച്ചാലും അവിടെ ഈ ജോസ് കെ മാണിയാണ് എതിരെ മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാണി സി കാപ്പന് വളരെ വലിയ ജയസാധ്യതയുണ്ട്. ഇതിനി ജയിച്ചാൽ ജോസ് കെ മാണിക്ക് നല്ല വിലയുണ്ട്. പക്ഷേ ജയിക്കുമെന്ന് ഇന്നത്തെ കാലാവസ്ഥയിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നതല്ല. ഇനി അതുമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു മണ്ടത്തരം, അതായത് ജോസ് കെ മാണി UDF വന്നിരുന്നുവെങ്കിൽ ജോസ് കെ മാണിക്ക് പറയാം, പാലായിൽ എനിക്ക് മത്സരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ UDF ഭാഗമായിട്ട് നിൽക്കുന്ന മാണി സി കാപ്പൻ അവിടെ സിറ്റിംഗ് സീറ്റാണ്, മാണി സി കാപ്പൻ്റെ സിറ്റിംഗ് സീറ്റാണ് പാല, അതുകൊണ്ട് എനിക്കത് നിർബന്ധിക്കാൻ പറ്റത്തില്ല, തന്നാൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കാൻ മാണി സി കാപ്പൻ തയ്യാറുമല്ല. അങ്ങനെ ഈ വിഷമുഹൂർത്തത്തിൽ നിന്ന് ഊരാമായിരുന്നു അദ്ദേഹത്തിന്. അതായിരുന്നു ചെയ്യാൻ പറ്റിയിരുന്ന ഒരേ ഒരു കാര്യം. 2 MLA-മാരോ 3 MLA-മാരോ ആവട്ടെ കൂടെ വരുന്നവർ വരട്ടെ, ഇവിടെ നിന്ന് ജോസ് കെ മാണി ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഉറപ്പായിട്ട് നിർത്തിയാണ്. ജയിച്ചാൽ അദ്ദേഹം ഒരു മന്ത്രിയാകും ഉറപ്പാണ്. മന്ത്രിയായി കഴിഞ്ഞാൽ ഈ വിട്ടുപോയെന്ന് പറയുന്ന അണികളൊക്കെ എന്ന് പറയുന്ന ആളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഓടി അവരിഞ്ഞ് പോരും. കാരണം ഇവർക്കൊന്നും അധികാരത്തിലില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരും, അങ്ങനെ വന്നേനെ. അത് നടന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ശ്രീ റോഷി അഗസ്റ്റിൻ എതിർത്തതുകൊണ്ട് മുന്നണി വിട്ടു പോകുന്ന പ്രശ്നമില്ല എന്നുള്ള രീതിയായി. അവസാനം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ട ഗതികേട് ശ്രീ ജോസ് കെ മാണിക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. ഞങ്ങളെ ചവിട്ടിപ്പുറത്താക്കി UDF. അപ്പോൾ അഭയം തന്നത് ഇവരാണ്, വല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് പൂനയാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന വാചകങ്ങളൊക്കെ എല്ലാം ശ്രീ റോഷി അഗസ്റ്റിൻ പറയുന്നതിനനുസരിച്ച് പറയേണ്ട ഒരു ഗതികേടിലെത്തിപ്പോയി ശ്രീ ജോസ് കെ മാണി. അത് അദ്ദേഹത്തെ കൊണ്ട്, റോഷി അഗസ്റ്റിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഇനി അത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ ഒരു മാർഗമുണ്ട്, അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. ആ മാർഗം അത് ശരിയായിട്ട് തോന്നി. അതിൻ്റെ കാരണം, ഒരു കാര്യം ചെയ്തിട്ട് പാലാ നമുക്ക് വിടാൻ പറ്റത്തില്ല, നമ്മുടെ തട്ടകമല്ലയോ,
റോഷി പാലയിൽ മത്സരിക്കട്ടെ, ഞാൻ അതിന് പകരം ഇടുക്കി മത്സരിക്കാം, തീർന്നല്ലോ. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പരാജയപ്പെട്ടാണ്, അവിടെ നിന്നാൽ റോഷി നിന്നാൽ ജയിക്കും, മന്ത്രിയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങോട്ട് റോഷിയെ പിടിച്ച് നിർത്തണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. ആ രീതിയിലുള്ളൊരു തീരുമാനം എടുക്കുന്നതായിരുന്നു വേണ്ടത്. ഏതായാലും ശരി, വലിയ വലിയ കളികൾ നടക്കുകയാണ്. നമുക്ക് ഈ കളികളൊക്കെ നമുക്ക് കളിക്കളത്തിന് പുറത്തിരുന്ന് കാണാം. എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് പറയാം. എനിക്ക് യഥാർത്ഥത്തിൽ ഈ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ എനിക്ക് നല്ലൊരു നേതാവായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഈ ഈ അഭിപ്രായത്തിന് നല്ല വിലയുള്ള കാര്യവുമാണ്, അത് ശരിയായ കാര്യവുമാണ് ആ പറഞ്ഞത്. പക്ഷേ ഈ അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നത് ഈ ഒരു പ്രെഡിക്കമെൻ്റാണ്, അതായത് ജോസ് കെ മാണിക്ക് ഉണ്ടാകാവുന്ന ഒരു ദുരന്തം ആണ് മനസ്സിലാക്കാവുന്നത്. ഇനി അവിടെ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പാർട്ടിയിലൊന്നും അല്ലാതായിട്ട് മാറിപ്പോവും. പേര് മാത്രമേ കാണുകയുള്ളൂ പാർട്ടിയിൽ. അതും പേര് അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരാണ്, കെ എം മാണിയുടെ പേരാണ് മാണി ഗ്രൂപ്പിനുള്ളത്. അങ്ങനെ തന്നെ നമുക്ക് കാണണം. ഏതായാലും ഈ രാഷ്ട്രീയത്തിലെ ചതുരംഗ കളികൾ നമുക്കൊന്ന് കണ്ടുകൊണ്ടിരിക്കാം. അത് വരട്ടെ, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.